റാസൽ ഹൈവേയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ? നീ മിണ്ടാരണ്ട. വിധിയില്ലാത്തൊരു ജീവിതമില്ല. അതാണ് ആക്ച്വലി ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഇയാളെ ഇവിടുന്ന് കയറുമ്പോ ഈ കുട്ടിയാണ് ഒന്ന് നമ്മള് ഭയങ്കര സൗഹൃദമുള്ള പറയണമെന്നില്ല. വിനീത് ചേട്ടൻ എങ്ങനെയാ പെറ്റ്സിനോടൊക്കെ എങ്ങനെയാ താല്പര്യമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും. ആ എന്താ ഇഷ്ടമില്ലാത്ത? കുഞ്ഞിലെ മുതല് വീട്ടില് ഇപ്പൊ അച്ഛനുണ്ട്. പോസ്റ്റർ നോക്കിയപ്പോ 2 ജൈവിഷ്ണു 2 കോഴി. മേസ്തിരി അല്ല പ്രൊഡ്യൂസർ. ഇവിടെ 500. ആ വിനയ് ഫോണിൽ നിന്ന് എത്രയാ? വിനയ് ഫോണിൽ 2000. അതായത് ഒരുപാട് ഫാമിലീസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു തവള നടന്നോണ കണ്ടാ പോലും കൊഞ്ചിക്കുന്ന ആളാണ് പൂച്ചയുടെ താല്പര്യമുണ്ടോ? പൂച്ചകളെ ഇഷ്ടമാണ്? തനിക്ക് പൂച്ചേനെ ഇഷ്ടമാണോ? പട്ടീനെ ഇഷ്ടം. എന്താ പൂച്ച ഇഷ്ടമല്ലാത്ത? പൂച്ച നക്കും. പിന്നെ പട്ടി ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കെന്നാ ഷോന് വേണ്ടി. കൊല്ലു. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഇവരുടെ സ്വന്തം മൈൽ സ്റ്റോണിന്റെ സ്വന്തം വിനയ് ഫോർട്ട്, ഷർഫുദ്ദീനിക, അനുപമ ചേച്ചി, ശ്യാം ആൻഡ് പ്രസിദ്ധ ചേച്ചി. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ദ കെന്ന ഷോയിൽ ദ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ വിശേഷങ്ങൾ. അതെ, നമ്മുടെ രണ്ടുപേരിലും ഒരു കോമൺ ഉണ്ട്. എന്താ അഹങ്കാരം ഉണ്ടായിട്ടാണോ അല്ലേ? ഇയാളുടെ പേരാ, ഇയാളുടെ ഷോ ദ കെന്ന ഷോ. എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്കല്ലേ പറ്റുള്ളൂ അല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭർത്താവിന്റെ കമ്പനിയല്ല, നമുക്ക് എന്തുവാ കൊടുക്കോടി. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആവശ്യമില്ലല്ലോ. കാര്യമായിട്ട് വൈരാഗ്യ ബുദ്ധിയുള്ള കെന്നന്റെ അടുത്ത് കാര്യങ്ങളായിക്കോട്ടെ. കെന്നെ ഞാനും കൂടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും ഞാൻ നമ്മൾ കുറച്ച് നമ്മുടെ ചാനലായിട്ട് ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നതാണ് അല്ലേ വിനയ ചേട്ടനും? ഇക്കനൊക്കെ നമ്മുടെ ചാനലിന്റെ അവിടെയല്ലേ എപ്പോഴും ഇക്ക പറയുന്നത് ഇക്കൊക്കെ എന്തെങ്കിലും ടെൻഷൻ ആകുമ്പോ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡിന്റെ കോള് വരുമ്പത്തേനും അല്ലേ ഒരു ഫണ്ടൊക്കെ നമ്മളവിടെ ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിക്കാൻ പോകണം. അല്ല, മലയാള സിനിമയിലേക്ക് ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞ് ഈ നമ്പർ ബാൻ ചെയ്യാൻ പറഞ്ഞേക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ദ പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. 10 വർഷത്തിന് ശേഷം പ്രൊഡ്യൂസർ എന്നൊരു ടാഗ് ലൈൻ. 10 വർഷത്തിന് ആദ്യമായിട്ട് അതെ ഇത്ര ടൈം എടുത്ത് 2 ചോദ്യം ഒരുമിച്ച് വന്നതാ. 10 വർഷത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നു. പ്രൊഡ്യൂസർ രണ്ടും കൂടി മിക്സ് ചെയ്തു. സോങ് ഇറങ്ങിയപ്പോ കമന്റ്സ് മൊത്തം ഗിരിരാജൻ കോഴിക്ക് മേരി അങ്ങനെ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ജോർജ് ഒക്കെ സൈഡായി പോയല്ലോ. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഭയങ്കര സന്തോഷമായി കുറെ കാലത്തിന് ശേഷം. അതെ, കുറെ ഇതിൽ നിങ്ങൾ ഒന്നിക്കോ? പറയാൻ പറ്റുമോ? സസ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ കം ഈ സിനിമയുടെ ലീഡ് ആക്ടർ ആണ്. എന്താണ് 10 വർഷം എടുത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഓണാക്കാൻ വേണ്ടി? 10-12 വർഷം എടുത്തു ശരിക്കും പറഞ്ഞാൽ. ഞാൻ എന്റെ ആദ്യത്തെ സിനിമ നേരമാണ്, പ്രേമല്ല. അപ്പോ എന്താ പറയാ, ഒരു സിനിമ നല്ലൊരു സിനിമ, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആബാല വൃദ്ധജനത്തിനും വന്ന് കണ്ട് ഇഷ്ടമാകാവുന്ന ഒരു സിനിമ ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. ആബാല വൃദ്ധജനം. മിഡിൽ ഏജ് ആണോ? ബാലം മുതൽ അങ്ങനെയുള്ള എല്ലാവർക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു വേറൊരു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് രണ്ടും ബന്ധമില്ല. ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങണ്ട. അതുപോലെയാണ് ഈ വാക്ക് മലയാളത്തിൽ യൂസ് ചെയ്യുന്നത്. ആബാധ ചൂടുണ്ട്. പിന്നെ അത് ഈ രണ്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ സാധനം. ആബാധ ചൂടുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഉത്തരാണ് ഇത്. ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിൾ ആണ്. അപവാദം എന്ന് പറയുന്നത്, അവിഹിതം എന്ന് പറയുന്നത്. പടം മാറി. ആക്ച്വലി നമുക്ക് ആ കളി കളിക്കായിരുന്നു, വേർഡ് ഗെയിം, സ്റ്റോറി മേക്കിംഗ് കളിയില്ലേ. ഞാൻ കുറെ കളികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നല്ല കണ്ടന്റ് മേക്കർ ആണല്ലോ. ഞാനിനി അതിലേക്ക്
ഇറങ്ങാൻ ഡിറ്റക്റ്റീവ് കഴിഞ്ഞാൽ വേണ്ട, തെലുങ്കിൽ അത്യാവശ്യം നല്ല ബിസി ആയിട്ട് നടക്കല്ലേ, ഇനി അതിലേക്ക് അതുകൊണ്ടല്ലേ മലയാളത്തിലേക്ക് വന്നത്. അപ്പൊ ഇതാണ് എല്ലാവർക്കും കണ്ടിഷ്ടാകാവുന്ന, നമുക്കെല്ലാം പരിചയമുള്ള ഒരു ജോണറിലുള്ള ഒരു സിനിമ. അതാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സിനിമയാണ് വന്നിരിക്കുന്നതെന്നാണ് വിശ്വാസം. ഓക്കെ, ഇതിപ്പം അനുപമ ചേച്ചി തന്നെ ചൂസ് ചെയ്യാൻ കാരണം ആ ഒരു വൈബ് പ്രേക്ഷകർക്ക് അടിക്കാൻ വേണ്ടിയാണോ, അതോ ലൈക്ക് ഈ ഒരു ക്യാരക്ടറിന് ആക്സെപ്റ്റ് ഒക്കെ നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ്? രണ്ട് രീതി പറയട്ടെ. ഞാൻ 2020 ഈ സിനിമ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ അനുപമയിലേക്ക് എത്തിപ്പെട്ട് അനുപമ തന്നെ വന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാള് എന്നുള്ള രീതിയിൽ അനുപമേനെ തന്നെയാണ് നല്ലതെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആദ്യത്തെ കോൾ തന്നെ അനുപമയായിരുന്നു. രണ്ടാമത്തെ കേസ് ആ 2020 സമയത്ത് ഞാനൊരു നായകനാകുമ്പോൾ തോന്നുന്നു നായികയാവാൻ വേറെ ആരും വരാൻ സാധ്യതയില്ല, വരാൻ സാധ്യത ആകെ ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിനെ വിളിച്ച് പറയാൻ മോളെ നീയെങ്കിലും വരണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒന്ന് തുടങ്ങും എന്ന് പറയാം. ആ ഒരു സാധ്യതയും കൂടി നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേറെ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു, വേറെ ഹീറോയിൻസ് ഒക്കെ വന്നായിരുന്നു. പക്ഷെ അന്ന് വേറെ ഹീറോയിൻസ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ അല്ല, പക്ഷെ ആ സമയത്ത് പ്ലാൻ ചെയ്യുമ്പോ അങ്ങനെ ഞാൻ അല്ലേ 2020 ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല. വിനയ് ചേട്ടൻ അപ്പോഴും ഉണ്ടായിരുന്നു. വിനയ് ഇല്ലാത്തൊരു ജീവിതം ഇല്ല എനിക്ക്. അതാണ് വിനയ് ചേട്ടൻ ഇല്ലാത്തൊരു ജീവിതം. ആക്ച്വലി ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് മലയാള സിനിമ കാണാത്തൊരു ലവ് സ്റ്റോറിയാണ്. വേറൊരു ഞാൻ എത്രയല്ലേ ലോഞ്ച് കൊടുത്തു കിച്ചുക മറ്റേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓ എന്തൊരു വലിയ സൗഹൃദം എന്നൊക്കെ മറ്റേ വീഡിയോ റീൽ ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ വിനയ് ചേട്ടൻ ഇല്ലാത്ത ഇനി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും വിനയ് ചേട്ടനുണ്ട് അല്ലേ? കണ്ടോ ഞാൻ അതെ, വിനയ് ചേട്ടന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ കുറെ സിനിമകൾ ഒരുമിച്ച് ചെയ്ത്. പിന്നെ അൽഫോൺസ് സിനിമ കണ്ടിട്ട് അല്ലല്ല ഞാൻ പറയട്ടെ അൽഫോൺസ് സിനിമ കണ്ടിട്ട് അൽഫോൺസ് വിളിച്ച് പറഞ്ഞ പ്രണീഷിനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്നുവെച്ചാ സിനിമ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു ഈ വിനയുടെ ക്യാരക്ടറിനൊക്കെ എന്നെ കൂടി വിളിക്കാമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഈ സിനിമ കണ്ടിട്ട് അത്ര അൽഫോൺസിന് ഏറ്റവും ഇഷ്ടമായ ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ഒന്ന് വിനയുടെ, വേറെ ആക്ടർ. ഓക്കെ ഓക്കെ, ഓ അപ്പൊ അത്രക്കും ഗംഭീരമായിട്ടുള്ള റോളാണ്. നല്ല രസമുണ്ട്. അനുപമ ചേച്ചി അതിന് മുന്നേ എന്തോ ചോദിച്ചു നമ്മള്. നിങ്ങൾ മൂന്നുപേരും എന്തായാലും കുറെ നേരമായിട്ട് കമ്പനി ഉണ്ടല്ലോ ശരിക്കും. ഈ കെന്ന ഷോ ഈ കെന്നയുടെ ഭർത്താവിന്റെ ആണ് ഈ മൈൽ സ്റ്റോൺ മീഡിയ. എന്താണ് ഇതിന്റെ പേര്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അത് കെന്നയുടെ ഭർത്താവിനാണ്. അപ്പൊ ഈ കമ്പനി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് കെന്നയുടെ ആവശ്യമാണ്. പിന്നെ കെന്ന ബേസിക്കലി വളരെ നല്ല ആളും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, അത് വേറെ കേസ്. പക്ഷെ ഈ ഭർത്താവിനോടും ഭർത്താവിന്റെ കമ്പനിയോടുള്ള സ്നേഹം കാരണം ഇടക്കിടക്ക് കെന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇയാള് കമ്പനിയുടെ ആളാണ്, ഇയാള് മറ്റേ അതേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വരുമ്പോ ഞാനും കമ്പനിയുടെ ആളാവും. ആക്ച്വലി ഒരു വേറെ മെത്തേഡാണല്ലേ ഓൺലൈൻ ചാനലുകളിൽ, ഒരു വെറൈറ്റി മെത്തേഡാണ്. ഒരു കാര്യം ഉണ്ട് സത്യം ഞാൻ പറയാം, ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഓണായത്. ഈ ഇന്റർവ്യൂല് നമ്മളൊന്ന് ഓണായി. എന്റെ സംശയത്തല്ല, നിങ്ങൾ ഇവർക്ക് പൈസ കൊടുത്തിരുന്നു. ഇതിപ്പോ ഞാനെന്തോ ഞാനൊരു പെർഫ്യൂം പ്രൊമോട്ട് ചെയ്തു, ഈ ഷോ പ്രൊമോട്ട് ചെയ്യുന്നു. പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് ഇത്. പെറ്റ്സിന് ട്രെയിലറിന് മുന്നേ ഞാൻ അത് സോങ്സ് ഒക്കെ ആണല്ലോ റിലീസ് ആയത്. അപ്പൊ സോങ് ഒക്കെ കണ്ടപ്പോ പ്യൂർലി എന്തോ പെറ്റ്സിനെ കാണാതായിട്ട് പോകുന്നു, അങ്ങനെ ഷർഫിക്കൊക്കെ കണ്ടുപിടിക്കുന്നു. നല്ലതല്ലേ പറയുന്നതിൽ ഒരു മോശപ്പെട്ട കാര്യം നല്ല കാര്യം. പക്ഷെ ട്രെയിലർ കണ്ടതിന് ശേഷം സംതിങ് വേറെ എന്തൊക്കെയോ ഉണ്ട് ഈ സ്റ്റോറിയിൽ. ഇത് മാത്രമല്ല വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആളുകളെ കണ്ടില്ല പടത്തിൽ. അതില് വിനായക് ചേട്ടനെ കണ്ടു. അപ്പൊ സംതിങ് ഓക്കെ. ഞാൻ ആദ്യം സോങ്സ് ഇതൊക്കെ കണ്ടപ്പോ ഒരു ഫൺ ആയിരിക്കും, പക്ഷെ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. ശ്യാം ചേട്ടാ, ഞാൻ വിചാരിച്ചത് സത്യമാണോ? എന്തൊക്കെയുണ്ട്
എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലേ. പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇതില്ല. പക്ഷെ നമ്മൾ ട്രെയിലർ വിട്ടുള്ള പടം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള തോന്നുന്നത് അതല്ല, ആർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല എല്ലാം വേണ്ടി നിൽക്കോട് ഇയാളെ ഇന്നത്തെ ഇയാളെ ഇവിടുന്ന് കയറുമ്പോ ഈ കുട്ടിയാണോ ശരിക്കും നമ്മൾ തമ്മിൽ ഭയങ്കര സൗഹൃദമുള്ളതാണ്. എനിക്ക് പറയണമെന്നില്ല. അതായത് ഇതില് നമ്മൾ എത്ര പ്രാവശ്യം കെന്ന എന്ന് പറഞ്ഞത് ഇവർക്കൊരു പ്രൊമോ അല്ല അനുഭവം അതിലൊരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഐഡിയാസാ നമുക്ക് പോലും അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചാനലിൽ ഇവരെയും അടിപൊളി എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കട്ട് ചെയ്ത് റീലായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വിനയ് ആ തന്ത്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കെന്ന സൂപ്പർ അല്ലേ? കിഡ്നി തരട്ടെ, ഞാനെനിക്ക് തരാം, എന്ത് വേണമെങ്കിലും തരാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടല്ലോ ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പ്രൊമോട്ട് ചെയ്യാൻ. ഇല്ല, നിങ്ങൾ എപ്പോഴാ വരുന്നേന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ എങ്ങാനും പോയാലോ, എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കൊച്ചിനെ നമ്മള് കണ്ടേയില്ല. ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് ഈ കൊച്ചിനെ കണ്ടേ. സത്യമായിട്ട് ഞാൻ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. രഞ്ജി ചേട്ടൻ ഉണ്ടാവും, വിജയരാഘവൻ ചേട്ടൻ, അപ്പൊ അവരൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് രാത്രി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കെന്നാ ഷോന് വേണ്ടി. ഇയാളിവിടെ ഞാനിത് അറിഞ്ഞിരുന്ന കോസ്റ്റ്യൂം മാറ്റി വന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഷോ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. താഴെ വരും കെന്നാ, ഇത് എന്ത് നടക്കുന്ന പെഡിക്റ്റീവ് ആണോ? പെഡിക്റ്റീവ് എന്ന് നമ്മൾ 10 പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. കെന്ന എന്ന് മാത്രം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു ആലോചിച്ചു. മതി. ഇനി പ്രസിദ്ധ ചേച്ചിയുടെ ഞങ്ങൾ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും ചേച്ചിനെ അറിയാവുന്നത് ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഷോ ആണ് ബഡായി ബംഗ്ലാവ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ്, ഫൺ ട്രാക്ക് ആണോ, എങ്ങനത്തെ സീരിയസ് ആണോ? ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ബഡായി ബംഗ്ലാവ് ഒന്നും അല്ല പ്രസിദ്ധ ചേച്ചി. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാം, പ്രസിദ്ധ ചേച്ചി വളരെ നേരത്തെ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീമോല് തുടങ്ങുന്ന മൂന്നാം മുറയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീമോല് തുടങ്ങുന്ന അവിടെ അതാണ് ഫസ്റ്റ് പടം. അന്ന് മുതലുള്ളതാണ് ചേച്ചി. ഒരുപാട് സിനിമകളില് വേറെ ചെയ്തിട്ടുണ്ട്. ബഡായി ബംഗ്ലാവൊക്കെ വെറുതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഈ ജനറേഷന്റെ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന കുട്ടിയാണ്. കുറെ പ്രാവശ്യം ചേച്ചി അനുപമ റെസ്പെക്ട് ഞാൻ പറഞ്ഞത് ആ ടൈം പീരീഡിന്റെ കാര്യമാണ്. ചേച്ചി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത്ര കുഞ്ഞു കുട്ടിയായിരിക്കുമല്ലോ. ഞാനിത് വേറിലാവും, നോക്കിക്കോ, നിങ്ങൾ എന്നെ ഏറി കയറ്റാൻ വേണ്ടി. ഓക്കെ, ചേച്ചിയുടെ അപ്പൊ ക്യാരക്ടറിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞങ്ങളോട് പറയാം. ക്യാരക്ടർ പേരൊക്കെ പറയാലോ. ലോലിത മേനോൻ. പിന്നെ എന്നോട് ആദ്യം ഇതിന്റെ ഡയറക്ടർ പറഞ്ഞത് ചേച്ചി മാത്രം കോമഡി ചെയ്യരുതെന്നാണ്. പക്ഷെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ സിറ്റുവേഷണൽ കോമഡി എല്ലാം ഭയങ്കര എന്താ പറയാ അടിപൊളി സംഭവങ്ങളാണ്. ഒരുപാട് എന്താ പറയാ നല്ലൊരു ഫൺ ഓറിയന്റഡ് ഫിലിം ആയിരിക്കും. പറയണ പോലെ ചെറിയ കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഒരുപാട് ഫാമിലീസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ഡിറ്റക്റ്റീവ് എന്നാണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോ ഒരാളുടെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റിൽ കണ്ട പേരുകൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. കുഞ്ചു എന്ന് പറഞ്ഞ ഒരു പൂച്ചയുണ്ട്, വിസ്കി, ടോഡി, റം. ആരുടെയാണ് ആ പെറ്റ്സ്? കുഞ്ചു, വിസ്കി, റം, ടോഡി. എനിക്കറിയാലോ. അത് വെറുതെയാണ്. എന്റെ ടോഡിയും റമ്മും മരിച്ചുപോയി. വിസ്കി ഉണ്ട്, കുഞ്ഞുണ്ട്. കുഞ്ഞുന്റെ ഒരു 10-35 മക്കളുടെ മക്കളും ഉണ്ട് വീട്ടിലിപ്പോ. അതിൽ കുറെ എണ്ണം മരിച്ചുപോയി. പക്ഷെ വീട്ടിലെത്ര പൂച്ചയുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയധികം ആൾക്കാരുണ്ട് എന്റെ വീട്ടില്. പേരുകളൊക്കെ ഭയങ്കര അല്ലേ? വിസ്കി, റമ്മ്, ടോഡി. പേരുകള് കിടക്കണുള്ളൂ. ഒരു പൂച്ചയുടെ പേര് അതിനെ കാണാൻ ചൊറിയാൻ മുഴുവന്റെ പോലെ ആയിരുന്നു. അതിന്റെ പേര് ചൊറിയൻ. നീല കണ്ണുള്ളവരുടെ പേര് നീലൻ. പിന്നെ ഒരെണ്ണത്തിന് ബ്ലാക്കി.
പിന്നെ ഒരെണ്ണത്തിന് കോക്കാൻ, ഒരെണ്ണത്തിന്റെ പേര് കാട്ടാളൻ, ഒരെണ്ണത്തിന്റെ അങ്ങനെ കുറെ എണ്ണുണ്ട്. സോ സമ്പൽ സമൃദ്ധമായ ഒരു വീടാണ്. പെറ്റുകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടാണ്. അതുകൊണ്ടാണ് അതെ അതെ. അപ്പൊ ഇവിടെ ഓൾറെഡി എന്തായാലും കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല സെറ്റില്, അല്ലെങ്കിൽ അപ്പൊ ഒട്ടും പേടി ഉണ്ടാകാത്ത വ്യക്തി ഒരു പേടിയില്ല. അനുപമയായിരിക്കും. എന്റെ വീട്ടിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് സുന്ദരി വാ സുന്ദരി വാ എന്ന് പറയുമ്പോൾ റോഡിൽ ആൾക്കാർ തിരിഞ്ഞു നോക്കും. അത് പൂച്ചയുടെ പേരാണ്. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആനിമൽസിനെ. ഒരു തവള നടന്നു പോണ കണ്ടാൽ പോലും കൊഞ്ചിക്കുന്ന ആളാണ് എന്റെ അമ്മ. സ്നേഹം അങ്ങനെയാണ്. അപ്പൊ പിന്നെ ആനിമൽസിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അധികം ആനിമൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഇങ്ങനത്തെ ആനിമൽസുമായിട്ടാണ് ഞാൻ ഇന്ററാക്ട് നീ ഏറിപ്പോയി പോയി പടച്ചോനെ കട്ട്. പേടിപ്പിക്കുന്ന. വിനയ ചേട്ടൻ എങ്ങനെയാ പെറ്റ്സിനോടൊക്കെ എങ്ങനെയാ, താല്പര്യം ഉണ്ടോ? വീട്ടിൽ പെറ്റില്ലേ? സ്ലോ ആയിട്ട് അതെന്താ ഇഷ്ടമില്ലാത്ത? ഇഷ്ടമില്ലാത്ത കുഞ്ഞിലെ മുതല് ഇപ്പൊ വീട്ടില് ഇപ്പൊ അച്ഛനുണ്ടല്ലോ, അത് ഞാൻ മുഴുവൻ പറയട്ടെ. കുഞ്ഞിലെ പോലെ അച്ഛനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ അച്ഛൻ മട്ടൻ കഴിക്കും, അച്ഛൻ ബീഫ് കഴിക്കില്ല. അച്ഛന് ബീഫിനോട് ഭയങ്കര പുച്ഛമാണ്. മട്ടൻ കഴിക്കും അച്ഛൻ, അത് മട്ടൻ നല്ലതാ, ബീഫ് അച്ഛന് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ അച്ഛന് പൊതുവെ പെറ്റ്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പെറ്റ്സിനെ വളർത്തി ശീലമില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് എപ്പോഴും, പിന്നെ ഞാൻ ഫോർട്ട് കൊച്ചി ജീവിക്കുന്ന ഒരാളാണ്. ഫോർട്ട് കൊച്ചിയിൽ സ്ഥല പരിമിതി ഭയങ്കര. ഞങ്ങളെല്ലാരും പറയുന്ന 4 സെന്റിലേക്ക് ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടിട്ട് ഒരു പെറ്റിനെ മറ്റേ അതിനെ നോക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടഫാണ്. ഒന്ന് വലുതായി കഴിയുമ്പോൾ എനിക്കൊരു പട്ടീനെ വളരെയൊക്കെ കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൈഫിനും ഇഷ്ടമല്ല. വൈഫ് പറഞ്ഞു പട്ടീനെ എന്തിനു വേണമെങ്കിലും വളർത്തിക്കും, പക്ഷെ അത് നിങ്ങൾ നോക്കണം. ഞാൻ അതിന് അതാണ് പല വീട്ടിലും അതാണ് പ്രശ്നം. നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഒരു പെറ്റിനെ വളർത്തുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടാവും. ഫിഷ് പോലും ഇല്ല. അല്ല, ഞാൻ മീനൊക്കെ വളർത്തിയിട്ടുണ്ട്. കഴിക്കുന്നതേ മീനെ വളർത്തിയിട്ടുണ്ട്, മീനെ കുറെ വളർത്തിയിട്ടുണ്ട്. മീൻ ഷർഫിദയ്ക്ക് പെറ്റ്സിനെ പേടിയാന്ന് കേട്ടോ, പട്ടീനൊക്കെ പേടിയാണ്. അത് വെറുതെ പറഞ്ഞു. ഷർഫിദൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പെറ്റ്സിനെ പേടിയാന്നല്ല. ഫ്രണ്ട്സ് ആണല്ലോ. അല്ലല്ല, സ്വന്തം ഈ വീട്ടില് പണ്ട് എന്റെ ചെറുപ്പത്തിൽ ചിമ്പു എന്ന് പറഞ്ഞൊരു പൂച്ച ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മയുള്ള വീട്ടിലുണ്ടായിരുന്ന ഒരു പെറ്റ്. അത് മരിച്ചു പോയതിനു ശേഷം അങ്ങനെ വീട്ടിൽ അത്ര അറ്റാച്ച്മെന്റ്. ചിമ്പു ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു പെറ്റ് വന്നിട്ടില്ല. പക്ഷെ വീട്ടില് എന്താ പറയാ, ആട്, പശു, കോഴി എല്ലാം ഉണ്ട്. അത് അങ്ങനെ ഉള്ള പരിപാടിയാണ്. പൂച്ചയുടെ താല്പര്യം ഉണ്ടോ? പൂച്ചകളെ ഇഷ്ടമാണോ? തനിക്ക് പൂച്ചേനെ ഇഷ്ടമാണോ? പട്ടീനെ ഇഷ്ടം. പൂച്ച അതെ, അത് പറഞ്ഞിട്ട് പോയാ എനിക്ക് ചില സ്ഥലത്ത് ഇപ്പൊ പൂച്ച ഇഷ്ടമല്ലാത്ത പൂച്ച കൊഞ്ചി സ്നേഹം നമുക്ക് എങ്ങനെ തിരിച്ചു പിന്നെ തനിക്ക് പട്ടി കൊണ്ടുവന്ന് തരുവാണല്ലോ ജോലിക്ക് പോയിട്ട് ഒരു പട്ടിയുടെ സ്നേഹം കൊണ്ടാണല്ലോ വരുന്നത്. പൂച്ചയുടെ വേ ഓഫ് ലവ് എങ്ങനെയാ എനിക്കത് മനസ്സിലാക്കാം. വേ ഓഫ് ലവ് പട്ടിക്കുട്ടികൾ ഇങ്ങനെ വാലിട്ടാട്ടില്ലേ, ഇങ്ങനെ പൂച്ച നക്കും. പിന്നെ പട്ടി നക്കില്ലേ? ആ വിഷയം അവസാനിപ്പിക്കാൻ പൂച്ച മാന്തത്തില്ല. പട്ടിക്കുട്ടികൾ പൂച്ച ഇങ്ങനെ സ്നേഹം പട്ടി കടിക്കുള്ള. ഞാൻ പറയാൻ വന്ന കൗണ്ടർ അത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്കല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേ. ഓൾറെഡി പെട്ടെന്നാണോ പറഞ്ഞത്? പെട്ടെന്നാ കേട്ടത്. ഇപ്പൊ പൊതുവെ റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല ഡോഗ്സിനെ വളർത്താൻ പറ്റില്ല. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാ ഡോഗ്സിനെ? ഇപ്പത്തെ ഒരു ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാരും അങ്ങനെ ആ രീതിയിലല്ല നിൽക്കുന്നത്. അവർക്ക് അങ്ങനെ പെറ്റ്സ് അങ്ങനെ വേണം എന്ന് നിർബന്ധമില്ല. അവര് അങ്ങനെ പെറ്റ്സിനോട് ഇതില്ല. ദുആ ഒരിക്കൽ ചെറുതായിരിക്കുമ്പോ 4 വയസ്സുള്ളപ്പോ ഫാദിന്റെ അവിടെ ഫ്ലാറ്റിൽ പോയപ്പോഴൊക്കെ ഇതുപോലെ ഇതിനെ അവിടുത്തെ ഇത് കണ്ട് ചെറുതായിട്ട് ഓടി മേലെ കയറി ഇരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ആൾക്കും അത് അങ്ങനെ ഇല്ലെന്ന് തോന്നി. ഇതിലിങ്ങനെ ഒരുപാട് പെറ്റുകളെ ഡീൽ ചെയ്യുമ്പോ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ? കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ? ലൈക്ക് ഇവിടെ ഇതിനകത്ത് ഡോഗ്സ് വരുന്നുണ്ട്. അതിനൊന്നുള്ള നേരം കിട്ടിയിരുന്നു.
ആയിരുന്നില്ല. നേരെ ടെൻഷനിലായിരുന്നു. ആക്ഷൻ ചെയ്യാ നേരെ അല്ലേ ഇന്നത്തെ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പെറ്റ്സ് വരുന്നത് ഒരു കാര്യമാണ്, ഈ സിനിമയുടെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പെറ്റ്സിന്റെ ഡേറ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ആളുകൾക്ക് പൈസ കൊടുക്കുന്ന പ്രൊഡ്യൂസർ അല്ല പ്രൊഡ്യൂസർ കൂടി ആവുമ്പോ തന്നെ ആ ഒരു മേസ്തിരി അല്ല പ്രൊഡ്യൂസർ. ഇവിടെ 500 വിനയ് ഫോർട്ടിന് എത്രയാ? വിനയ് ഫോർട്ടിന് അതില്ലാത്തോ? ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവത്തില്ലേ, ലൈക്ക് ഒരു പ്രൊഡ്യൂസർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പൈസ ടെൻഷൻ അല്ല. ഈ പറഞ്ഞ പരിപാടി, ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ നമുക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റിയോ, അതാണ് ടെൻഷനുള്ളത്. നാളെ നമുക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള ടെൻഷനാണ് പ്രൊഡ്യൂസർ എനിക്ക് തോന്നി ഞാൻ അവിടെ ഫേസ് ചെയ്തു. ഓക്കെ. ആൻഡ് ശ്യാം ചേട്ടന്റെ ഈ സ്റ്റോറി വന്ന് ആദ്യം പ്രസന്റ് ചെയ്തത് ആരാണ്? ഷർഫിക്കാണോ അത് ഡയറക്ടറാണോ? ജയവിഷ്ണു റൈറ്റർ ജയവിഷ്ണു ആണ് വിളിച്ചിട്ട് പല പറഞ്ഞത്. ആൾക്കാരെയും ട്രാപ്പ് ചെയ്ത ആളാ. ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ കുറെ നാള് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ടാവും എവിടെയെങ്കിലും. പിന്നെ ഈ സിനിമയില് എത്ര വേഷം ഇതാണ്? അതും അതായത് സിനിമ സ്വാഭാവികമായിട്ട് ഡ്യൂറേഷൻ കൂടി കഴിയുമ്പോ എഡിറ്റ് ചെയ്ത് പോകും പല വേഷങ്ങളും. ഈ സിനിമയുടെ കോറൈറ്ററും അദ്ദേഹം ഇതുകൊണ്ട് പുള്ളി പല സ്ഥലങ്ങളിൽ വരുന്ന പല വേഷങ്ങളിൽ പുള്ളി വരുന്നുണ്ട്. അത് മാത്രല്ല, അത് ഒരു കാരണവശാലും വെട്ടിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലേസ്മെന്റിലാണ് പുള്ളി എഴുതി അങ്ങനെ ബ്രില്യന്റ് എഴുത്താണ്. ആ ക്യാരക്ടർ ഒന്നും കിട്ടിയില്ല. അത് എക്സ്ക്ലൂസീവ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുക. ഒരു പോസ്റ്ററിൽ നോക്കിയപ്പോ രണ്ട് സൈഡിൽ നിന്ന് തല രണ്ട് സൈഡിൽ ഞാൻ മാത്രം ഞാൻ വരെ ഒരെണ്ണേ ഉള്ളൂ. രണ്ട് ജയവിഷ്ണു, രണ്ട് കോഴി. താഴെ 2 കോഴി. താഴെ 2 കോഴി. അനുപമ പറയണ കേട്ടിട്ടുണ്ട്. പൊതുവേ ഞാൻ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ നേരത്ത് ഒരു വീട്ടിൽ ചെന്നിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എന്നിട്ടായിരിക്കും തീരുമാനം എടുക്കണം. പർദ്ദ പക്ഷെ സ്റ്റോറി കേട്ടപ്പോ തന്നെ എനിക്കത് എടുത്തില്ലെങ്കിൽ എനിക്കൊരു റിഗ്രഷൻ ഫീൽ തോന്നല്, റിഗ്രറ്റ് അടിക്കും. അപ്പൊ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സ്റ്റോറി കേട്ടപ്പോൾ എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയ ചിത്രങ്ങളൊക്കെ? സ്റ്റോറി കേട്ടപ്പോ ഇത് കിട്ടി പോയി എന്നുള്ള സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് അതന്നെ ആ വൈബാണ് എനിക്ക് അടിച്ചത്. കാരണം ലൈക്ക് ഒന്നാമത് തമാശയല്ലേ, തമാശ എക്സിക്യൂഷൻ ബേസ്ഡ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു ക്രൂ എല്ലാവരും, ഇതിലുള്ള എല്ലാ പേരുകളും, ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരുടെ പേര് കേട്ടപ്പോ ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാ. അതെ, പേര് കേട്ട ആൾക്കാരാ. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത കുറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റാന്നുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് എടുത്തു ചാടിയതാണ്. അത് നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു. അതെ, എന്തായാലും നന്നായിട്ട് തന്നെ വരും. പ്രസിദ്ധ ചേച്ചി കൈകാര്യം ചെയ്തിരുന്ന ഒരുപാട് റോൾസ് ഉണ്ട് അല്ലെ? ഇപ്പം ടെലിവിഷനിലായിക്കോട്ടെ, ബിഗ് സ്ക്രീനിലായിക്കോട്ടെ. അപ്പം ഇതൊരു യൂത്ത് അല്ലെ, ഒരു യൂത്ത് കാലഘട്ടത്തിലാണല്ലോ, ഇപ്പൊ ഒരു യൂത്ത് ജനറേഷന്റെ ഒപ്പം തന്നെയാണ് ചേച്ചി ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് എങ്ങനെയായിരുന്നു വ്യത്യാസം, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ? അല്ല, ബിഫോർ രണ്ടിനും കോമഡി നോക്കുകയാണെങ്കിൽ എനർജി ആണല്ലോ. അതൊരു ആ ഒരു ക്വിക്കായിട്ട് എങ്ങനെ നമുക്ക് ഇവിടെ എനിക്ക് ഇവരിൽ കണ്ട് ഇവർക്ക് ഇംപ്രവൈസേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ബിക്കോസ് ഞങ്ങള് ഇപ്പൊ ജഗദീഷ് ചേട്ടനായാലും അവരോടൊക്കെ അവരതിന്റെ ഉസ്താദുക്കളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ നിന്നേ പറ്റൂ, അല്ല വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ആരെങ്കിലും ഒരാൾ ഡൗൺ ആയാൽ പിന്നെ തീർന്നു, പിന്നെ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കിട്ടില്ല. പക്ഷെ ഇവർക്കും ഞാൻ ഇവരൊപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവരൊപ്പം സ്ക്രീൻ സ്പേസ് ഒക്കെ എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബട്ട് ദ വേ ദേ ഡു ഇറ്റ് ആക്ച്വലി ഞാൻ ഭയങ്കര അധികം ഐ എം സോ ഹാപ്പി. ആ ഒരു വൈബ് ഉണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇതാക്കാം. അതെല്ലാത്തിലും ഈവൻ നമ്മൾ ഷൂട്ടിംഗ് സമയത്തായാലും ഈവൻ ഡബിങ് സമയത്തായാലൊക്കെ ഷറാഫിന്റെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ സീരിയസ്ലി ഐ എം ടെല്ലിങ് യു. ബിക്കോസ് ഞാൻ ഇപ്പം നമ്മൾ സാധാരണ ഒരു മൂവി ചെയ്തു, നമ്മൾ ഡബ് ചെയ്യും, ഡയറക്ടർ ഉണ്ടാവും. ഇത് ഹി വാസ് ദേർ. ആൻഡ് നമുക്ക് ഇങ്ങനെ നോക്കിയാലോ ചേച്ചി, നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ. ആൻഡ് ദാറ്റ് വാസ് സൂപ്പർ കൂൾ. ഐ റിയലി റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ്. കാരണം അങ്ങനെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് വെരി പാഷനേറ്റ് അബൌട്ട് വാട്ട് ഈസ് ഡൂയിങ്. അതാണ് ഷർഫിന്റെ സോണുണ്ട് പടത്തില്. ഷർഫ് ഇപ്പൊ നമ്മൾ വേറെ സിനിമകൾ അഭിനയിക്കുമ്പോഴാണെങ്കിലും ഇയാൾ ഇങ്ങനെ അഭിനയിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചൊക്കെ വെക്കും. എന്നിട്ട് ഡബില് പോയിട്ട് ഇയാളൊരു പരിപാടിയൊക്കെ ഇയാൾ ഇവിടെ ചെയ്യുമ്പോ നമുക്കൊന്നും ആ തരത്തിൽ ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ഈ സിനിമ ബേസിക്കലി അങ്ങനെ ഒരു ഈ ഓരോ സിനിമക്ക് ഓരോ പ്രോസസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ലാർജ്ലി ഡിപ്പെൻഡന്റ് ഓൺ ലൈക്ക് ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. നമുക്കൊരു ഒരു തിരക്ക് ഒരു സീൻ ഉണ്ടാവും. അപ്പൊ ആ സീൻ ശരിക്കും ഭയങ്കര മഹത്തരമൊന്നും ആയിരിക്കില്ല. ചില സിനിമകളിൽ ആ സീൻ വെൽ റിട്ടൺ ആയിരിക്കും. നമുക്കൊന്നും അപ്പൊ
ഈ സിനിമയിൽ എന്ന് പറയുന്നത് നമ്മൾ ആ സീൻ എടുത്തിട്ട് നമ്മൾ ഇരിക്കും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലെങ്ങനെ ഫൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് അതാണ് ഇതിന്റെ ഒരു രീതി. അല്ല പോരാത്തതിന് പുള്ളി ഇല്ലാത്ത സീൻ പോലും പുള്ളി അവിടെ ഉണ്ടെങ്കിൽ ഹീ കംസ്, നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്താലോ ചേട്ടാ, കുറച്ച് ഇങ്ങനെ ഇതാക്കിയാവും നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നമുക്ക് തന്നെ ആ ഒരു എനർജി തരും. ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. അത് പടക്കളത്തില് ഏറ്റവും അധികം തിയേറ്ററിൽ ചിരി വീണത് എന്റെ ബാക്ക് ഇങ്ങനെയാണോ ഏറ്റവും കൈയ്യടി കിട്ടിയ സാധനം. അതെ സത്യം. അതുപോലെ തന്നെ ഡയറക്ടറിന്റെ പറയാതെ തന്നെ ചെയ്ത ഒരു ഡയലോഗും ഭയങ്കര കയ്യടി. അത് ആ സമയത്ത് ഇട്ട ഒരു ഡയലോഗാണ് ഷർഫിക്ക പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഇതിലും ഡയറക്ടറിനോട് പറയാതെ സമയത്ത് എടുത്ത എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ ഞാൻ എന്റേതല്ലാത്ത ക്യാരക്ടർ ചിലതൊക്കെ നമ്മൾ അങ്ങനെ ചില വേറെ ക്യാരക്ടേഴ്സ് അതാണ് ഇടയ്ക്കിടയ്ക്ക് റീഡബും പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ നമുക്ക് തോന്നിയ പലതും ഉണ്ട്. എന്റെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഉണ്ട് ഒരു ഡയലോഗ് ഇട്ടുണ്ട്, അതാണ് അൺഎക്സ്പെക്ടഡ്. നമ്മുടെ ഫ്ലാറ്റിൽ ഫ്രണ്ടില് ബാൽക്കണിയിലുള്ള സീനില് ഒരു സംഭവം അപ്പൊ കിട്ടിയിട്ടുണ്ട്, വർക്കായ അടിപൊളി. ഓക്കെ, അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ കയ്യടി പടക്കളത്തിന് കിട്ടിയത് ആ ഒരു എല്ലാം കിട്ടിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഷർഫൊക്കെ ഇടുന്ന ചില സാധനങ്ങള്. ഞാൻ ഇതിന്റെ പെറ്റിക്റ്റിന്റെ ഇതിന്റെ മ്യൂസിക്കിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വായിച്ചത്, ഷർഫ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ഗസ്റ്റേഴ്സ് ചെയ്താച്ചാൽ മതി അപ്പൊ ചിരി വരും എന്നാണ് പ്രേക്ഷകർ മിക്കപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ വിനയ് ചേട്ടനും അനുപമ ആൻഡ് ഷർഫിക്ക് ഇവരൊരു പ്രേമത്തിന്റെ രീതിയിലാണ് ഓഡിയൻസ് എല്ലാവരും എടുത്തേക്കണം. ഓക്കെ, പ്രേമം റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞു. ജോർജിനെ ചതിച്ചു, അത് ഒരു ജോർജിനല്ല, രണ്ട് ജോർജ്. എനിക്കൊരാഗ്രഹം, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പ്രേമത്തിന് ചെയ്തു. അത് ഇന്നലെ ചെയ്തു. ചെയ്തു. ഞങ്ങളത് ഏറ്റവും ഒറിജിനൽ ആയിട്ട് പാലത്തിന്റെ മേലെ തന്നെ ചെയ്തു. അത് അവിടെയല്ലേ, നമുക്ക് വേണ്ടിയല്ലേ? അല്ല പ്രൊഡക്ഷൻ ഇന്റർവ്യൂനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് ചാനലല്ലേ. ഒരു സ്ഥലത്ത് നന്നായിട്ട് ഞാൻ ഓർത്തില്ല, ഇത് ചെയ്യിപ്പിച്ചില്ലായിരിക്കും. അത് വർക്കായില്ല, നമുക്ക് വേറെ നോക്കാം. വേറെ ഇവരുടെ അതല്ലായിരുന്നു ഏറ്റവും നല്ലത് ടാർഗറ്റ് അല്ലേ? പക്ഷെ അത് ചെയ്തില്ല, അത് അവിടെ ചെയ്തു. കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കിനി വീണ്ടും. അപ്പൊ നിങ്ങൾക്കും പ്രേക്ഷകർക്ക് ഇതിങ്ങനെ പറഞ്ഞ ഒരു ഡയലോഗ് മാത്രം പറയാം. ഓക്കെ ഓക്കെ. റാസൽ ഖൈമിലെ വലിയ വീട്. ഓക്കെ. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ചിറക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഉമ്മ, ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിൽ 6 പിള്ളേരായിരുന്നു. പെങ്ങന്മാരാരുമില്ലേ? ഇല്ല. റാസൽ ഖൈമിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ? നീ മിണ്ടാരക. അടിപൊളി, സൂപ്പർ. ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ സോങ്സിലത്തെ രണ്ടുപേരുടെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു. നല്ല ഗായത്രി കിഷോർ, ഗായത്രിയാണ് ഈ കോസ്റ്റ്യൂം വരെ നമുക്ക് സെറ്റ് ചെയ്ത്. അപ്പൊ പാട്ടിൽ എന്റെ കോസ്റ്റ്യൂം ഇഷ്ടമില്ല? അങ്ങനെയല്ല, പൊതുവെ ഞാൻ ആന്റീന് ഇഷ്ടമായില്ല. ഇവർക്ക് രണ്ടുപേർക്ക് എന്താ കോസ്റ്റ്യൂം കൊടുക്കാതിരുന്നേ? ഇയാള് മാറിക്കൊണ്ടിരിക്കുക. എനിക്കറിയില്ല, കൊറേ ഡിഫറെന്റ് വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. പ്രൊമോഷൻ ചെയ്യണ്ടേ? ഇല്ല, ഞാൻ അങ്ങനെ നടത്തുന്നില്ലല്ലോ. പെറ്റ് ഡിറ്റക്റ്റീവ് തന്നെയാണ് ഞാൻ. ഇതുണ്ടോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്നേഹം കാണാതെ പോകരുത്. കഴിയുന്നില്ല, കഴിഞ്ഞില്ലേ? ഇല്ല, അനുപമയുടെ ഒക്ടോബറിൽ വേറെ ഒരു മൂവിയും കൂടെ റിലീസ് ആവുന്നുണ്ട്, ബൈസൺ. അതിൽ ഇത്രയും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് എന്തൊക്കെ ചോദിച്ചോ. ഇനിയിപ്പോ കുറച്ച് 5 മിനിറ്റ് ഞാൻ പറയാനുണ്ടോ? നിങ്ങൾക്കുണ്ട് ആക്ച്വലി ബൈസിനെ കുറിച്ച് ഇവർക്കും പറയാനുണ്ടോ? ഇവരും ഞങ്ങള് ബൈസന്റെ മറ്റേ ഇത് പണ്ട് മിമിക്രി ഗാനമേളക്കിടയിൽ മിമിക്രി ഇടയിൽ ഗ്യാപ്പ് കളിക്കാൻ വരാന്നൊക്കെ പറയും. അതുപോലെ ബൈസന്റെ ഇടയിൽ ഗ്യാപ്പ് കളിക്കാൻ കോമ്പറ്റീഷൻ ആവോ ഷർഫിക്ക? പെറ്റ് ഡിറ്റക്റ്റീവും ബൈസണും രണ്ട് ജോണർ. ഭയങ്കര രണ്ട് സിനിമ.
അതും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു രണ്ട് സിനിമയിൽ. അല്ല ഞാൻ ചോദിക്കാന്നത് അനുപമ ഇപ്പം തെലുങ്കിലൊക്കെ ഭയങ്കര സ്റ്റാർ ആണ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കര ഫോളോവേഴ്സ് ആണ്. കഴിഞ്ഞ 2 മിനിറ്റിൽ ഷർഫിക്ക, അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് 9ാമത്തെ ഭയങ്കര വന്നു. കുഴപ്പമില്ല, അത് തൽക്കാലം. അപ്പൊ എന്ന് വെച്ചാൽ അനുപമ നമ്മുടെ ഒരു കുട്ടി ഇപ്പൊ തെലുങ്ക് നമ്മുടെ ഒരു ചേച്ചി തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഞാനും ഷറഫും മാത്രമായിരുന്നു ഇവരുടെ. ശ്യാമ സീരിയസ് ആയിട്ട് ഇരിക്കുന്നവരോട് ശ്യാമിനെ നേരത്തെ എടുത്തായിരുന്നു. ശ്യാം നമ്മുടെ ആളല്ലേ എന്ന് പറഞ്ഞെടുത്തായിരുന്നു. അതെ, പക്ഷെ ശ്യാം ചേട്ടൻ ഭയങ്കര സൈലന്റ്. അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, അപ്പൊ നമ്മുടെ ഒരു കുട്ടി അത്രയും സ്റ്റാർ ആവുക, ഭയങ്കര ഫാൻസ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ്, ബിഗ് ആക്ടേഴ്സിന്റെ ഒപ്പം ആക്ട് ചെയ്യുക. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ചെറിയൊരു കുശം കിട്ടും. ദൈവമേ അനുഭവം ഇങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല, ഇത്ര സ്നേഹമായിരുന്നു. പറയട്ടെ, പറഞ്ഞു തീർത്തോട്ടെ. അപ്പൊ ഇതേ അടുത്തത് ബൈസൺ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാണ്, കാരണം എന്താ അത് തീരുമാനിക്കും സന്തോഷമുള്ള ആദ്യം നമുക്കൊരു ഇങ്ങനെ ഒരു ഇത് സ്വാമി തേങ്ങ ഉടക്കി ഇഷ്ടം കൊണ്ടുള്ള കുശുമ്പ്. ഇഷ്ടം കൊണ്ടുള്ള കുശുമ്പ്. നിങ്ങൾ രണ്ടുപേരും മിണ്ടരുത്, ഞാൻ ചോദിക്കട്ടെ. അനുഭവം ഇനി അടുത്തത് എന്നോടും പറയും, ഞാൻ സ്വന്തമായിരുന്നു. നീ മിണ്ടാതിരിക്കരുത്. അതെ, അനുഭവം. അപ്പൊ ബൈസൺ ഇറങ്ങാണ്. ധ്രുവ് വിക്രം, രണ്ടുപേർക്ക് ഫാൻ ബേസ് ഉള്ളതാണ്. സോ അതും ഒക്ടോബറിലാണ് റിലീസ്. അപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളത്തെ ഒരു വർക്കിനും വെയിറ്റിംഗിനും ശേഷമാണ് ആ സിനിമ റിലീസ് ആവുന്നത്. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ അതിന്റെ പാട്ടുകളൊക്കെ വന്നു ആൻഡ് ഇറ്റ്സ് ആക്സെപ്റ്റഡ് റിയലി വെൽ. ഞാൻ എവിടെ പോകുമ്പോഴും മലയാളത്തിലാണെങ്കിലും ചോദിക്കുന്നുണ്ട് സിനിമയെ കുറിച്ച്. സോ ഐ എം റിയലി ഹാപ്പി. അപ്പൊ പാട്ടുകളൊക്കെ കാണുന്ന പോലെ തന്നെ അതൊരു മാരി സെൽവരാജ് ധ്രുവ് വിക്രം കോമ്പിനേഷനുള്ള ഒരു എന്താ പറയുക, ഒരു സ്പെക്ടാക്കുലർ ഫിലിം ആയിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. യെസ്, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ആയിട്ട് ദ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്തായാലും എല്ലാവരും വന്ന് സിനിമ കാണണം. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ പാകത്തിനാണ് എന്തായാലും ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന്റെ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഇതിനെ ഒരു ചായക്കടയിൽ ചെയ്യുന്ന സീനിനെ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഒരു വലിയ ബാക്ക് ഡ്രോപ്പിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ലൊക്കേഷനിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒട്ടും ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഇത് ചെയ്തിട്ടില്ല, മുറുക്കി പിടിച്ചിട്ടില്ല. ഞാനൊരു നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു. നല്ല കളർഫുൾ സിനിമയ്ക്ക് ട്രൈ ചെയ്ത് കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് 20 ലക്ഷം രൂപ താഴെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത്. അതൊരു ആർട്ട് ഹൗസ് മൂവിയാണ്. അപ്പോ അത് ബഡ്ജറ്റ് എത്രയായിരുന്നു പിന്നെ പറയാം. അപ്പോ അതാണ് അതിന്റെ സത്യം. വലിയൊരു പടമായിരുന്നു. വലിയ പടമാണ്. വലിയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്നാൽ തിയേറ്ററിൽ നല്ല എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റിംഗ് എല്ലാം. ഇതിന്റെ സക്സസ് മീറ്റിന്റെ അന്ന് ഷർഫിക്കിന്റെ ബഡ്ജറ്റ് പറയും. അതെ, ഞങ്ങളോട് പറയാനാട്ടെ. എല്ലാവരും 100 കോടി തന്നു കഴിയുമ്പോൾ വലിയ ബഡ്ജറ്റാണ്. വലിയ ബഡ്ജറ്റ്. എന്തായാലും സക്സസ് സെലിബ്രേഷന് വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ അല്ലെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. നമ്മളുടെ ചാനല് ഇങ്ങോട്ട് തന്നെ വരണം, വേറെ എവിടെയും പോകാൻ പാടില്ല. അല്ല എല്ലായിടത്തും പോക്കോ, നമുക്ക് വന്നാച്ചാ മതി. അതെ, സ്നേഹം. താങ്ക് യു സോ തോന്നല്ലേ ഞങ്ങൾ ഇല്ല, സത്യമായിട്ടും എന്റെ ഒരു സെഗ്മെന്റ് ഉണ്ട്. ഒരു സെഗ്മെന്റ് പെട്ടെന്ന് വെച്ചോട്ടെ. ഇന്നത്തെ തച്ചിനുള്ള പണിയെടുത്തില്ല. എന്തായിരുന്നു ആ സെഗ്മെന്റ്? ദിസ് ഓർ ദാറ്റ്, ഇവരുടെ മൂവീസ് നിങ്ങളുടെയൊക്കെ അതൊക്കെ അത് കോപ്പി അടിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് ഐഡിയ കൊടുത്തായിരുന്നു. അത് ഞങ്ങൾ എടുത്തോട്ടെ എന്നാ വേറെ ഇന്റർവ്യൂസ്. പറ്റില്ല അതെന്റെ ഐഡിയ. സ്വന്തമായിട്ടൊരു ഐഡിയ കൂടി ഇല്ലാത്ത ഒരു ചാനലിന് വേണ്ടിട്ടാണ് നമ്മൾ അല്ല നിങ്ങൾ വിചാരിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന്. ഞാൻ വെറും ശമ്പളം പോലും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ എന്തോരം കണ്ടന്റ് നിങ്ങൾ വിചാരിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ലക്ഷം. നമുക്ക് എന്റെ പേര് ദ പാവം കെന്നാ ഷോ എന്നാക്കാം. കൂടി വേണ്ട, എന്തിനാ ദ കെന്നാ ഷോ? അപ്പൊ ദ പെറ്റ് ഡിറ്റക്റ്റീവ് വിത്ത് ദ കെന്നാ ഷോ. അപ്പൊ താങ്ക് യു ഗൈസ്.